പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് കേൾക്കൂ സർ. അവിടത്തെ യോഗദണ്ഡ് പത്മകുമാർ മോന് കൊടുത്തു. തിരിച്ചു കിട്ടിയോന്നറിയില്ല. കൊടിമരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന 16 പരം വരുന്ന ആലില സ്വർണത്തിന്റെ ഇല കാറ്റത്ത് പാറിപ്പോയതല്ല. 4 ബാക്കിയുള്ളൂ. ബാക്കി ഏകദേശം ഒരു 12ഓളം സ്വർണ്ണ ആയിലകൾ കടത്തിക്കൊണ്ടുപോയി. കൊടിമരത്തിന്റെ മുകളിൽ നിന്നാണ്. കൊറോണ കാലത്ത് ഒരു മനുഷ്യൻ കയറാത്ത സമയത്താണ് കടത്തിയത്. ഹൈക്കോടതി പറഞ്ഞു കട്ടളപ്പടി മാത്രമല്ല വാതിലും കൊണ്ടുപോയെന്ന് സംശയമുണ്ട്. ഇവര് സകലതും കടത്തി. കിലോ കണക്കിന് സ്വർണം കടത്തി എല്ലാവരും കൂടി വീതിച്ചെടുത്തു. അത് വളരെ നഗ്നമായ സത്യമല്ലേ? ആർക്കും അറിഞ്ഞൂടാത്തത്? ബഹുമാനായ ശ്രീ അനിൽകുമാർ, അദ്ദേഹം കോട്ടയം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു CPM നേതാവാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്ത് വളരെ ലളിതമായി ജീവിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം നന്നായി കേസ് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ വന്നിരുന്നിട്ട് 25-30 മിനിറ്റ് വാസുവിനും കൂസുവിനും ഈ പോറ്റിക്കും വേണ്ടൊക്കെ ഇരുന്ന് ഒരു മെഴുകുന്നത് കാണുമ്പോൾ സത്യത്തിൽ സർ സങ്കടമുണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞുതരാം. എന്താണ്? 2025 ബോർഡിന്റെ ചെയർമാനായിരുന്ന ശ്രീ PS പ്രശാന്തിന് ഒരു കുറ്റം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്തായിരുന്നു? ഹൈക്കോടതിയുടെ പരാമർശം 2023 തന്നെ നിരവധി തട്ടിപ്പുകളിൽ പങ്കാളിയാണെന്ന് സംശയമുള്ളതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൊടുക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 മുതൽ 25 വരെ പാരീസ്, ലണ്ടൻ, ജെറുസലേം, നിരവധി ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വളരെ കൃത്യമായി വിദേശ യാത്രകൾ നടത്തി ഇത്തരം പല തട്ടിപ്പുകളും നടത്തിയ സ്വർണങ്ങൾ കൈമാറിയതായി സംശയിക്കപ്പെടുന്ന നിരവധി വിദേശ യാത്രകൾ നടത്തിയതായി പാസ്പോർട്ടിൽ വ്യക്തമാക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശ യാത്രകൾ. ഇതിനെ സംബന്ധിച്ചെല്ലാം അന്വേഷിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ദേവസ്വം വിജിലൻസ് പറഞ്ഞിട്ടും 2024 പറഞ്ഞിട്ടും 2025 PS പ്രശാന്തിന്റെ ബോർഡ് അയാളെ തന്നെ ഈ ദ്വാരപാലകന്മാരുടെ സ്വർണം വീണ്ടും പൂശുന്നതിന് വേണ്ടി മദ്രാസിലേക്ക് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പരാമർശം. അത് കളവാണ്, അത് കള്ളത്തരമുണ്ട് എന്ന് കൃത്യമായി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. PS പ്രശാന്ത് പ്രതിയാകും, മറന്നിക്കാൻ പറ്റത്തില്ല. ഇത് പ്രതിയാകുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും കാലാവധി ദീർഘിപ്പിച്ചു കൊടുക്കാതെ ശ്രീ ജയകുമാർ സാറിലേക്ക് എത്തിയത്. കള്ളത്തരമുണ്ട് എന്ന് കൃത്യമായി CPM മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അതിര് കിടക്കുന്നു. ഇനി ഞാൻ വേറെ പോയിന്റിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു പീഠം വരെ കടത്തിക്കൊണ്ടുപോയി, ദ്വാരപാലകന്മാരെ വെച്ചിരുന്ന പീഠം കടത്തിക്കൊണ്ടുപോയി സഹോദരിയുടെ വീട്ടിൽ നിന്ന് കിട്ടി. ആരുടെ കാലത്താണ് പീഠം കടത്തിയത്? പീഠം കടത്താൻ ആരാണ് കൂട്ടുന്നത്? ശബരിമലയിൽ കൊടുത്ത പീഠത്തിന് രജിസ്റ്ററിൽ കൊള്ളിക്കാതെ ഒഴിവാക്കി പോറ്റിയുടെ കയ്യിൽ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ അനുവാദം കൊടുത്തെങ്കിൽ അതും ഈ ബോർഡല്ലേ? എങ്കിൽ അതിനും ഒരു കേസ് എടുക്കണ്ടേ? അല്ല, അതിനും കേസ് എടുക്കണ്ടേ? പത്മകുമാർ ഇരിക്കുന്ന സമയത്തല്ലേ ഈ പീഠം കടത്തി എന്ന് പറയുന്നത്? അപ്പോ അവിടെയും വീണ്ടും 4മതൊരു കേസ് വരാൻ പോവുകയാണ്. ഇനി വേറൊരു കാര്യം, ഇത് ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപെടലുകൾ പരിശോധിച്ചു പോയാൽ CPMന്റെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സകല ആളുകളും കുടുങ്ങുമെന്ന് CPM ഉറപ്പായിട്ടുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന കണ്ണിയല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയത്തിനകത്തുള്ള ദേവസ്വം സ്വത്തുക്കൾ കട്ടതിന് CPM, നിങ്ങൾ ആലോചിച്ച് നോക്ക്, പട്ടിണി പാവങ്ങളാണ് സാർ. ശ്രീ അനിൽകുമാർ സാർ, പട്ടിണി പാവങ്ങൾ. നിങ്ങൾക്കറിയോ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരാണ് 40 ദിവസം വ്രതം എടുത്തവരുടെ മക്കൾക്ക് തിന്നാനുള്ള കാശെടുത്ത് നടന്ന് ശബരിമലയിൽ വന്ന് അവിടെ കാണിക്കേണ്ടത്. അവർ ഓരോ ആഗ്രഹവുമായിട്ട് കാണിക്കേണ്ടത് സ്വർണം ഉൾപ്പെടെയുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ പണവുമൊന്നും വരവിൽ വെക്കാതെ നിങ്ങൾ വീതം വെച്ച് എല്ലാവരുടെ കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തൊണ്ടയ്ക്കകത്തുനിന്ന് ഇറങ്ങത്തില്ല കേട്ടോ. മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചേ ചാവത്തുള്ളൂ കേട്ടോ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി വാസുവിനും കൂസുവിനൊക്കെ. ശരി, ഇനി നിങ്ങൾ പറഞ്ഞു ശിവകുമാറിന്റെ കാലത്ത്, അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ശ്രീ ശിവകുമാറിന്റെ അനുജൻ കട്ടില്ലേ? കുറെ ദിവസമായിട്ട് ചോദിക്കുന്നു. ഞാൻ കണക്കെടുത്തു, അതൊന്ന് പഠിക്കണമല്ലോ. ഹൈക്കോടതിയിൽ WP/C 1101/21 വേണമെങ്കിൽ കുറിച്ചിട്ടോ, BJPക്ക് കുറിച്ചിടാം. ഡേറ്റഡ് 21/1/2021 നമ്പരായി. ഇതേ ജയകുമാർ, ശ്രീ VS ശിവകുമാറിന്റെ അനുജൻ ജയകുമാർ, അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ പ്രതിയാക്കാൻ CPM ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ ഇങ്ങനെയാണ് പറയുന്നത്: CI2വിന്റെ ദേവസ്വം എംപ്ലോയീസിന്റെ പ്രസിഡന്റ് ആയിരുന്ന TK അജിത് പ്രസാദ് എന്ന് പറയപ്പെടുന്ന ആൾ വാങ്ങിയ പർച്ചേസ് ചെയ്യപ്പെട്ട സാധനങ്ങളിൽ തിരിമറി നടന്നെന്നും കുറവ് വന്നു എന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയപ്പോ
ആ ടി കെ അജിത് പ്രസാദിനെ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടു, അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്തിറക്കി വിട്ടു. എന്നിട്ട് ഈ ഇദ്ദേഹം നടത്തിയ ക്രമക്കേട് നടത്തിയ ഫയല് മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്നൊരൊറ്റ കാരണത്താൽ ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ വേറൊരു കമ്മീഷൻ വെച്ചു. എന്നിട്ട് ഇതേ പത്മകുമാറിന്റെ ഇതേ CPM-ന്റെ ബോർഡ് ഈ പരാമർശിക്കപ്പെട്ട ടി കെ അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന ആളിനെ ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചെടുത്തു. അപ്പൊ കുറ്റം ചെയ്തയാളിനെ തിരിച്ചെടുത്തു. കുറ്റത്തിൽ ഒരു പരാമർശമില്ലാത്ത ജയകുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്തു. ജയകുമാർ കോടതിയിൽ പോയി. ആ കേസ് കോടതിയിൽ പെൻഡിംഗ് ആണ്. മേലാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി CPM-ന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ ശ്രീ M.V. ഗോവിന്ദനും ബഹുമാന്യ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായും ശക്തമായും അവർ ഉന്നയിച്ചൊരു കാര്യം, ഇത് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയാണ്. ഉദ്യോഗസ്ഥന്മാർ തലത്തിലുള്ള വീഴ്ച മാത്രമാണ്. ഉദ്യോഗസ്ഥ വീഴ്ച ഞങ്ങൾ കണ്ടെത്തും, പരിശോധിക്കും, പുറത്താക്കും. ഇത് ഭരണ നേതൃത്വത്തിനോ CPM-നോ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കോ ഒന്നും ഒരു പങ്കാളിത്തവുമില്ല. നിങ്ങൾ ബഹുമാനായ ശ്രീ അനിൽകുമാറിന്റെ മുൻ ചർച്ചകൾ പരിശോധിച്ചാൽ ആ നിലപാട് വ്യക്തമാകും. ഇപ്പോ അകത്തായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ദേവസ്വം ബോർഡ് മെമ്പറിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും അന്വേഷണത്തിന്റെ നീരാളിപ്പിടുത്തം നീണ്ടിരിക്കുകയാണ്. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആരാണ് വാസു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM-ന്റെ പ്രതിനിധിയായി കമ്മീഷണറും വളരെ അവിചാരിതമായി, വളരെ വേഗത്തിൽ, വളരെ തിടുക്കത്തിൽ പ്രസിഡന്റ് ആവുകയും ചെയ്ത CPM-ന്റെ നോമിനിയാണ് വാസു. വാസു ആണല്ലോ ചെമ്പെന്ന് എഴുതി ചേർത്ത് സ്വർണം കൊള്ള നടത്താൻ ഉദ്യോഗസ്ഥർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്. ഇന്നിപ്പോ പിണറായി വിജയന്റെ തന്നെ പോലീസ് സേനയിൽപ്പെട്ട SIT-യിലെ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിക്കണം. എന്താണ് റിമാൻഡ് റിപ്പോർട്ട്? ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വർണത്തെ ചെമ്പാക്കിയത് വാസു തന്നെ. ഇത് കോൺഗ്രസ് പറയുന്നതല്ല, പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ്. ഏത് പോലീസ്? സ്പെഷ്യൽ പോലീസിന്റെ. ആ പോലീസ് ആരുടെ കീഴില? പിണറായി വിജയന്റെ പോലീസ്. ഇനി രണ്ടാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാടികൾ കൈമാറാൻ റിമാൻഡ് റിപ്പോർട്ടാണ് കേട്ടോ. വായിച്ചോണെങ്കിൽ ശ്രീ അനിൽകുമാറിന് വേണമെങ്കിൽ ഒന്നെടുത്ത് വായിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാം പ്രതിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളികൾ ചെമ്പെന്ന പേരിൽ കൈമാറാൻ എല്ലാ ഇടപെടലുകളും നടത്തി നേതൃത്വം കൊടുത്തത് വാസുവാണ്. അപ്പൊ വ്യക്തമാണ്, വാസുവാണ് സ്വർണത്തെ ചെമ്പാക്കി കടത്തിയത്. ഇനി ആരാണ് വാസു എന്നുള്ളതാണ്. വാസു എന്താണ് ഇങ്ങനെ കുഴയാൻ കാരണം എന്നറിയാമോ? ആ ശബരിമല ശ്രീ അയ്യപ്പന്റെ മുമ്പിൽ കോക്രി കാണിച്ചുകൊണ്ട് രാത്രിക്ക് രാമാനം ബിന്ദുവിനെയും അമ്മിണിയെയും ആക്ടിവിസ്റ്റുകളെയും ഇരുമുടിക്കെട്ടുമായി കൊണ്ടുവന്ന് അയ്യപ്പന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി വലിയ വെല്ലുവിളിച്ചല്ലോ. ദേ കയറിയിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ സഖാവ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ. അന്ന് നോട്ടമിട്ടതാണ് ശ്രീ അയ്യപ്പൻ വാസുവിനെ. അയ്യപ്പന്റെ പണിയാണ്, വാസു അകത്താണ്. ഇനി ഞാൻ പ്രശ്നത്തിലേക്ക് വരാം. എന്താണ് അപ്പൊ ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. അടുത്ത് ഇന്ന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? ശ്രീ അനിൽകുമാറിന്റെ നാട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ MLA-യും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എന്നെ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലഹവും ഉണ്ടാക്കിയ ആളുമായ ശ്രീ പത്മകുമാറാണ് ഇന്നിപ്പോ നോട്ടീസ് കൊടുത്തിരിക്കുന്നയാൾ, അഥവാ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ്. അപ്പൊ വാസു CPM, പത്മകുമാർ CPM. ചെന്നെത്തുന്നത് നിങ്ങൾ നോക്കൂ, ഉദ്യോഗസ്ഥന്മാർ പലരെയും പിടിച്ചു. ഇവര് വ്യക്തമാക്കി തന്നെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെയും ഇടതുബന്ധം. മുരാരി ബാബുവിനെ പിടിച്ചപ്പോൾ ഇവർ പറഞ്ഞു കോൺഗ്രസ് ആണെന്ന്. മുരാരി ബാബു ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചാർജ് എടുക്കുന്നതും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ കേരളം കണ്ടതാണ്. അപ്പൊ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊള്ളയാണ്. അവർക്ക് അയ്യപ്പൻ എന്നും ഒരു പ്രശ്നമല്ല. പരമസാത്വികനായ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം അന്തരിച്ചുപോയി. അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തി ആ ബോർഡിനെ പിരിച്ചുവിട്ട് അദ്ദേഹത്തെ കണ്ണീരും കൈയുമായിട്ട് ഇറക്കി വിട്ടതിന് ശേഷം ഹൈക്കോടതിയിൽ ഒരു പാനൽ കൊടുക്കുകയാണ്. ആരാണ് പാനൽ കൊടുക്കുന്നത്? വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പാനൽ കൊടുക്കുന്നത് ആരാ? സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം ബോർഡും ദേവസ്വത്തിന്റെ പ്രതിനിധിയുമാണ്. സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം വകുപ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത പാനൽ CPM പ്രതിനിധികൾ മാത്രം. അതിൽ തന്നെ ഹൈക്കോടതി ഇന്നയാളിനെ എടുത്തിരിക്കണം എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി നീതിയുക്തമായി ഒരാളെ ചുമതലപ്പെടുത്താൻ സർക്കാരിനോട് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്.
സംസ്ഥാന സർക്കാരാണ് വാസുവിനെ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം സ്വർണം കട്ടു, കിലോ കണക്കിന് സ്വർണം കട്ടു. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ആനുകൂല്യം, ശ്രീ റാഷിദ് പറഞ്ഞ ആനുകൂല്യം കട്ടത് വാസു, അത് വാസു മാത്രമല്ലേ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ആ ലാഘവ ബുദ്ധി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കട്ടത് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലോ? അയ്യോ, അയാൾ വെറും ഒരു കോൺഗ്രസ്സുകാരൻ മാത്രമാണ്, കോൺഗ്രസ് പാർട്ടി അല്ല കേട്ടോ, പാർട്ടിക്ക് ബന്ധമില്ല എന്ന ആനുകൂല്യം ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് കിട്ടുമായിരുന്നോ? ഞാൻ ആവർത്തിക്കുന്നു, കട്ടത് വാസുവാണ്. വാസു കമ്മ്യൂണിസ്റ്റ് ആണ്, വാസു CPM ആണ്. വാസു CPM ആണെങ്കിൽ, പത്മകുമാർ CPM ആണെങ്കിൽ ഈ കൊള്ളയ്ക്ക് പിറകിൽ CPM ആണ്. സമ്മതിച്ചേ പറ്റൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.